സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുകയുണ്ടായി. അതായത് ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായി. ആ ദുരന്തമുഖത്ത് കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും അടുത്തറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റാനും അവർക്കൊരു നല്ലൊരു വീട് പടുത്തുയർത്തി കൊടുക്കാനും വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ടൊക്കെ അഹോരാത്രം പണിയെടുത്ത് മുഖ്യമന്ത്രിയെക്കാളൊക്കെ നല്ല രീതിയിൽ പണിയെടുത്ത് അവിടുത്തെ ഓരോ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി അവിടുത്തെ ഓരോ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു നേതാവായിട്ടാണ് ഇന്നിപ്പോൾ ടി സിദ്ദിഖ് അറിയപ്പെടുന്നത്. എന്തായാലും ചൂരൽമലയിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ചെയ്തു കൊടുക്കാനായിട്ട് ടി സിദ്ദിഖ് അവിടെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ടി സിദ്ദിഖ് ഉണ്ടായതുപോലെ തന്നെ ഇനിയും ഒരാൾ കൂടി ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ ശരിക്കും നമ്മളെ പറ്റിക്കുകയായിരുന്നു, അല്ലെ പിണറായി വിജയൻ ശരിക്കും നമ്മളെ പറ്റിക്കുകയായിരുന്നോ? ഈ രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതായത് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി സാക്ഷാത്കരിച്ചത് ശ്രീ പിണറായി വിജയൻ സഖാവിരിക്കുന്ന സമയത്താണെന്നും ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിരിക്കുന്ന ഫണ്ട് വെച്ചിട്ടാണ് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി പൂർത്തിയാക്കിയതെന്നുമൊക്കെ പല വാർത്തകൾ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ വന്നിട്ട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മുൻപിലേക്ക് അല്ലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കോൺഗ്രസ് അല്ലേ അവിടെ വീട് വെച്ച് കൊടുത്തത്? കോൺഗ്രസിന്റെ നേതാവായിരുന്നു ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഈ ടി സിദ്ദിഖിനെയാണ് ഇനോഗ്രേഷന്റെ ചടങ്ങുകൾക്കിടയിൽ കെ രാജൻ മന്ത്രിയെ വിളിക്കുമ്പോൾ കയ്യടിയും ബഹളവും വിസിലടിയും ഒക്കെ ഇരിക്കുന്നത് അതേ സമയത്ത് തന്നെ അതേ സദസ്സിൽ തന്നെ ടി സിദ്ദിഖിനെ വിളിക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായത്? കൂകി വിളിയും ചീത്തവിളിയും ബഹളങ്ങളും അട്ടഹാസങ്ങളുമാണ് ചുറ്റുമെങ്ങും പരന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെയും ടി സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. ടി സിദ്ദിഖ് എല്ലാവരോടും പറഞ്ഞു ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. പിന്നീട് ടി സിദ്ദിഖിനെ കൈയടിച്ചുകൊണ്ട് തന്നെ വലിയ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായെന്നൊക്കെയാണ് ടി സിദ്ദിഖ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ പുതിയ ജീവിതം പടുത്തുയർത്തുന്നതിനും വേണ്ടിയൊക്കെ ഇടതുപക്ഷ സർക്കാർ അല്ല അവിടെ മുന്നിൽ നിന്നത്, ശരിക്കും കോൺഗ്രസ് ആണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ഇനി വരാൻ പോകുന്നത്, അല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ചിരുന്ന വീഡിയോയിൽ തന്നെ പറയുകയുണ്ടായി, ഇനിയിപ്പോൾ വരാൻ പോകുന്ന വാർത്തകൾ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന മെഴുകലുകൾ, ഇനി വരാൻ പോകുന്ന അപ്ഡേഷൻസ് എല്ലാം ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, വലതുപക്ഷമാണ് ചെയ്തത്. വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് വലതുപക്ഷത്തിൻ്റെ പല അണികളും നേതാക്കന്മാരും ഒക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് തന്നെ പണിയെടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇനി എല്ലായിടത്തും നമുക്ക് പരന്ന് കാണാമെന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് ചൂരൽമലയിൽ വീട് മാത്രമേ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവിടേക്കുള്ള ഭവന നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവിടെ കയറ്റി താമസിപ്പിക്കാനായിട്ട് ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ അല്ലെ ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ഒരു ദുരന്ത ബാധിതർക്ക് കയറി കിടക്കാനും ആ ദുരന്ത ബാധിതരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വലതുപക്ഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലിസ്റ്റൊക്കെ എടുത്തതിന് ശേഷം എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് ഇന്നലെ ടി സിദ്ദിഖ് പറഞ്ഞത്. ഇതിന് പിന്നാലെ ഇന്ന് ടി സിദ്ദിഖിൻ്റെ പുതിയൊരു മെഴുകൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെഴുകലാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അതായത് വയനാട് ടൗൺഷിപ്പിൻ്റെ ഇനോഗ്രേഷൻ ചടങ്ങുകൾക്കിടയിൽ അല്ലെങ്കിൽ താക്കോൽദാന ചടങ്ങുകൾക്കിടയിൽ ഈ ടി സിദ്ദിഖ് കയറി ചെല്ലുമ്പോൾ കൂവി വിളിച്ച ആളുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ആളുകൾ കൂവി വിളിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും കൂവി വിളിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിലൊന്ന് ആഡ് ചെയ്തേക്കാം. 2024 ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളിൽ ജനങ്ങൾ കൂവി വിളിക്കുകയാണ്, വെറും പട്ടിയെ പോലെ അല്ലെ, വെറും ഒരു ഒന്നും ചെയ്യാത്ത ഒരുത്തൻ ഈ ഒരു പ്രഹസനത്തിന് വന്നപ്പോൾ അത് ആ ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ ആ രീതിയിൽ കൂവി വിളിക്കുന്നത്. അപ്പം അങ്ങനെ ടി സിദ്ദിഖ് അവിടേക്ക് വരുന്ന സമയത്ത് കൂവി വിളിക്കുകയും രാജൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, റവന്യൂ മന്ത്രി അവിടേക്ക് വരുമ്പോൾ അവരെ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി വരവേൽക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്റ്റേജിനുള്ളിൽ വന്നിട്ട് താക്കോൽദാനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് അമ്മമാർ രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കൊടുത്തിരുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു ഇടതുപക്ഷം എന്ന് പറയുന്ന, ഹൃദയപക്ഷം എന്നൊക്കെ നല്ല ആളുകൾ വിളിക്കുന്ന ഒരു പാർട്ടി. എന്നാൽ ആ പാർട്ടി ചെയ്തതൊന്നും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലും ഇനി ആ പാർട്ടി ഇവിടെ വേണ്ട എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടിയും വീഡിയോയും സംഘവും എല്ലാം രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളും ആ വന്നിരിക്കുന്നതിൻ്റെ പല മെഴുകലുകളുമൊക്കെയാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ടി സിദ്ദിഖിൻ്റെ പുതിയ മെഴുകൽ ഞാൻ കാണിച്ചു തരാം. പുതിയ വീഡിയോ ആണ്. ഞാൻ അവരൊരു കൂവി വിളിച്ച ആളുകളെ പറ്റി ഞാൻ കെ രാജൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് തെറ്റായ രീതിയിലേക്കാണ് പോകുന്നത്, ഇത് ശരിയല്ല. അപ്പോൾ കെ രാജൻ ചിരിച്ച് തള്ളി. എന്നിട്ടിപ്പോൾ എന്താ ഈ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്ന് കേട്ടു നോക്കാം.
അന്ന് കൂവി വിളിച്ചപ്പോ ഞാൻ ആദ്യം തന്നെ ശ്രീ രാജൻ മിനിസ്റ്ററോട്, ഞാൻ അവിടുന്ന് സ്വാഗതത്തിനുള്ള ആ കൂകിവിളി വന്നപ്പോ ഞാൻ രാജൻ മിനിസ്റ്ററോട് അദ്ദേഹത്തിന് സ്വാഗതം കഴിഞ്ഞപ്പോ പിന്നെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ ഇത് വഴിതെറ്റി പോവാണ്, നിങ്ങൾ പൊളിറ്റിക്കലാക്കി ഈ പ്രോഗ്രാം, നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പാടൂട്ടോ. ഞാൻ വളരെ കൃത്യമായി സിഗ്നൽ കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം ചിരിച്ചത് നിസ്സാരവൽക്കരിച്ചു. ഞാൻ പറഞ്ഞത് പിന്നെ എന്നെ വിളിച്ചപ്പോൾ മാരകമായി കൂക്കായിരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരൊറ്റ എലമെന്റ് ഉണ്ട്. ആ ദുരന്തബാധിതരുടെ ഒരു ക്യൂബിക്കൽ ഉണ്ട്, അവരിയ്ക്കുന്നത്. അവിടെ എന്തെങ്കിലും അപശബ്ദം ഉണ്ടോ? അവിടെ ഇല്ലായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവിടെ കുറച്ച് ആളുകൾ എഴുന്നേറ്റ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് എന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് എന്നോട് പറഞ്ഞു, നമുക്ക് നേരെ ദുരന്തബാധിതരുടെ അടുത്തേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ നേരെ കൊണ്ടുപോയി. അവരുടെ പ്രതികരണം വൈകാരികം. ജനങ്ങൾക്കിടയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പ്രയാസത്തിന്റെ കൂടെ നിന്നാൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള അവാർഡും റിസൾട്ടും ഉണ്ടാവും. മുണ്ടകൈ, ഞാൻ പറയാം, മുണ്ടകൈ ബൂത്ത്, ആ ബൂത്തിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം കഠിനാധ്വാനത്തിന്റെ ഭൂരിപക്ഷം, അവരുടെ കൂടെ നിന്നതിന്റെ ഭൂരിപക്ഷം. അവിടെ കിട്ടിയ ഭൂരിപക്ഷം 289. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 270. അവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. ചൂരൽമല വാർഡിലും അട്ടമല വാർഡിലും 239 ഭൂരിപക്ഷം. നല്ല ഭൂരിപക്ഷത്തിലേക്ക് വന്നു അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്വാനിക്കുന്ന ആളുകളെ ഡിസ്കാർഡ് ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും ആരും സമ്മതിക്കില്ല. പബ്ലിക് സമ്മതിക്കും. ശരിയാണ്. ടി സിദ്ദിഖെ അല്ലെങ്കിൽ സിദ്ദിഖ് സാറെ, അധ്വാനിക്കുന്ന മനുഷ്യരെ ആരും അങ്ങോട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് നയിക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി എനിക്ക്. എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ എല്ലാ ജനങ്ങളും നന്ദികെട്ടവരാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അട്ടമലയിലെ ഒരു 289 പേരും വയനാട്ടിലെ 239 അല്ലെങ്കിൽ 240 പേരും മാത്രമാണ് നന്ദികെട്ട ആളുകൾ. അതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ അവർക്ക് വോട്ട് കുത്താതെ വർഗീയതയും തോന്നിവാസങ്ങളും പെണ്ണുപിടിയുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വോട്ട് കൊടുത്തത് അത് ഈ പറയുന്ന നന്ദികെട്ട ആളുകൾ മാത്രമാണ്. ബാക്കി എല്ലാവരെയും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ കേരളത്തിലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയതിന് ശേഷം, എല്ലാം വാരി എല്ലാം സ്വന്തമാക്കിയതിന് ശേഷം തന്നെ ഇത്രയും നാൾ സഹായിച്ചിരുന്ന ആളുകളെ തള്ളിപ്പറഞ്ഞൊരവസ്ഥ. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ട്രെൻഡ് കേട്ടോ. എല്ലാ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഈ പറയുന്ന പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. MM മണി എന്ന് പറയുന്ന മണിയാശാൻ ഇന്നൊരു കാര്യവുമായിട്ട് ഒരു പ്രഖ്യാപനമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര എന്ന VD സതീശൻ്റെ പ്രഹസനത്തിനെതിരെയും പ്രകടനത്തിനെതിരെയുമാണ് MM മണിയാശാൻ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. അതിലും മണിയാശാൻ എടുത്തു പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന പെൻഷൻ തുകയെല്ലാം വാങ്ങിയിട്ട്, അല്ലെ പെൻഷൻ ഓണക്കിറ്റ് എല്ലാം വാങ്ങിയിട്ട്, കിറ്റുകളെല്ലാം വാങ്ങിയിട്ട് വോട്ട് മാറ്റി കുത്തി എന്നുള്ളൊരു നന്ദികെട്ട ഒരു വർത്തമാനം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിനെ നമ്മൾ റിയാക്ട് ചെയ്തു, വളരെ മോശപ്പെട്ട കാര്യം, നിങ്ങളുടെ ഒന്നും ഔദാര്യമല്ല, നിൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് നല്ല എടുത്തു തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്തു. എന്നാൽ അയാൾ പറയുന്നതിലും എന്തൊക്കെയോ ശരിയുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയതിന് ശേഷം എല്ലാം ചെയ്തു കൊടുത്ത ആളുകളെ തള്ളിപ്പറഞ്ഞ കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ ഈ രീതിയിൽ തന്നെയാണ്, ആ ജനങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. എന്തായാലും ഞാൻ ആ വീഡിയോടെ കാണിച്ചു തരാം. തോറ്റത് നല്ല സേവനമെല്ലാം ചെയ്ത ഗവൺമെൻറ്, ഒരുപാട് കാര്യവും ചെയ്തു ഗവൺമെൻറ്. ഇപ്പം സതീശനുണ്ടാക്കുന്ന കാണാമല്ലോ, എല്ലാവരും പെൻഷനും എല്ലാം മേടിച്ചു നന്നായി. പിന്നെ അതൊക്കെ ഇപ്പൊ കാണാം. എന്നിട്ട് പിന്നെ കൈതന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു KSRTC നടത്താൻ. VD സതീശൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും പിന്നെ KSRTC നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ MM മണി എന്ന് പറയുന്നൊരു മനുഷ്യൻ മറുപടി കൊടുക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള മറുപടി ഒന്നും കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ആ രീതിയിലുള്ള മറുപടി കുറച്ച് അതിൽ കടന്നു പോയി എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അദ്ദേഹം എടുത്തു പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് പെൻഷനും അല്ലെങ്കിൽ കിറ്റും എല്ലാം വാങ്ങിയിട്ട് ഇടതുപക്ഷത്തിനെ ചതിച്ചു എന്നുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു പാർട്ടിയിൽ വേറെ ആരും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെയും. ഇത്രയും വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ടും അല്ല ഇത്രയും വലിയൊരു വഞ്ചന ഏൽക്കേണ്ടി വന്നിട്ടും ഒരാളുടെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് വന്നിട്ടില്ല. ആകെ MM മണി എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് വന്ന് ഇത് രംഗത്തേക്ക് വന്നിട്ട് പറയുന്നത്. ശ്രീ പിണറായി വിജയൻ സഖാവ് പോലും ഒരാളെ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവർക്കെല്ലാം അറിവും പക്വതയും ഒക്കെ ഉണ്ട്. എന്താണ് സംഭവിച്ചതെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചതാണെങ്കിലും അതിനെയൊക്കെ പോസിറ്റീവ്ലി നേരിട്ടുകൊണ്ട് വരും ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാമെന്നുള്ളൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യം അത് ഒന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അടക്കമുള്ള സഖാക്കന്മാർ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തത്. അവർക്കും അറിയാം സത്യാവസ്ഥ, റിയാലിറ്റി ഇതാണെന്നുള്ളത്. അതായത് എല്ലാം
വാങ്ങിയെടുത്തതിന് ശേഷം തങ്ങളെ പറ്റിച്ചതാണെന്നുള്ള റിയാലിറ്റി അവർക്കും അറിയാം. എന്നാൽ അവരും ഒന്നും പ്രതികരിക്കില്ല. കാരണം വാക്കുകളിൽ കൂടി പറയുന്നതല്ല, പ്രവൃത്തികളിൽ കൂടി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയും വെറും വാക്ക് പറയാനോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ പറ്റി അതിന് മറുപടി കൊടുക്കാനോ ഒന്നും അവർ മുന്നിലേക്ക് നിൽക്കാറില്ല. ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പലരും പലതും പറയും, ആ പറയുന്ന ആളുകൾക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് ഇടതുപക്ഷം മുന്നിലേക്ക് വരാറില്ല. ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് എപ്പോഴാണ്? അത് പ്രവൃത്തികളിൽ കൂടി മറുപടി കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കൂടിയാണ് ചെയ്യാറുള്ളത്. എന്തായാലും അത് തന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. എന്തായാലും ടി സിദ്ദിഖ് പറയുന്നത്, ഞാൻ ആ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നാണ് നോക്കിയത്, ഞാനത് ചെയ്തതിന് ശേഷം വലിയ കയ്യടിയായിരുന്നു എന്നാണ്. ഞാൻ ഒരു മാധ്യമങ്ങളിലും ആ ഒരു കയ്യടി കണ്ടിട്ടില്ല. മനോരമ ന്യൂസ് അല്ലെ മാതൃഭൂമി ന്യൂസ് ഇവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ചാനലുകളായിട്ട് പോലും ആ ചാനലുകളിൽ പോലും ഞാൻ ഈ കയ്യടി കണ്ടിട്ടില്ല സിദ്ദിഖ് സാറേ. എന്തായാലും നിങ്ങൾ വന്നപ്പോൾ കൂവി വിളിച്ച ജനങ്ങൾ കെ റഫീഖും കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയും ഒക്കെ അവിടെ ചെന്നപ്പോൾ അവരെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അതിൽ 200 അല്ലെ 300 പേര് മാറ്റി വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ 300 400 പേര് അല്ലെ 200 പേരൊക്കെ എന്തോ അധികാരമോഹം എന്ന് പറയാൻ പറ്റില്ല, എന്തോ കൂടുതലായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാം അഹോരാത്രം രാത്രിയെന്നോ പകലെന്നോ തണുപ്പെന്നോ വെയിലെന്നോ അല്ലെങ്കിൽ ചൂടെന്നോ ഒന്നും ഇല്ലാതെ എല്ലാം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും, ചോര നീരാക്കി എല്ലാം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും, നിങ്ങൾ ഈ ചെയ്യുന്നതിനേക്കാളൊക്കെ 100 ഇരട്ടി എഫേർട്ട് ഇട്ടുകൊണ്ട് 100 ഇരട്ടി കാര്യങ്ങൾ കെ റഫീഖും കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവും ക്യാപ്റ്റനും ഒക്കെ ആയിട്ടുള്ള മനുഷ്യനും ആ ഒരു പാർട്ടി ഒന്നടങ്കം ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരുപാട് ആളുകൾ ആ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സമയത്തൊക്കെ അതിനെ കുറ്റം പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. അതായത് വയനാടിനൊരു കൈത്താങ്ങെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നടക്കം ഞാനും അതിൻ്റെ ആ ഒരു സംരംഭത്തിൽ അല്ലെ ആ ഒരു പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്. കിടിലം ഫിറോസ് എന്ന് പറയുന്നൊരു മനുഷ്യനും എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ട് വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി, ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തുണി, അവരുടെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഫുഡ് എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങളും 10ഓളം ട്രാവലറുകളിൽ കയറ്റി ഓരോ ദിവസങ്ങളായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ പറയുന്ന പദ്ധതികൾ അല്ലെ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ആരും പങ്കാളികളാവരുത്. ഇടതുപക്ഷത്തിൻ്റെ പൊതുഖജനാവിലേക്ക് ഫണ്ടിട്ട് കൊടുക്കരുത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിട്ട് കൊടുക്കരുത്, അതൊക്കെ മുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പ്രഹസനം ചെയ്ത വൃത്തികെട്ട PR വർക്ക് കളിച്ച ടീംസാണ് ഇന്നീ വന്ന് ഞങ്ങളാണ് എല്ലാം വയനാട്ടുകാർക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞിട്ട് മെഴുകുന്നത്. എന്തായാലും ജനങ്ങൾക്ക് സത്യം മനസ്സിലാവുന്നൊരു ദിവസം വരും. അന്ന് അവർ ആരായിരുന്നു ശരി ആരായിരുന്നു തെറ്റെന്ന് അവർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ.